ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുക്കപ്പമാണ്. ഇത് നമുക്ക് അരിപ്പൊടി മാത്രം ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 4 ചെറിയുള്ളി നൈസായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളറായി വരണം. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പച്ചരിപ്പൊടിയാണ്, നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത് പൊടിച്ചിട്ടുള്ള പച്ചരിപ്പൊടിയാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പൊടി നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് വേണം മിക്സാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സായി കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഷേപ്പാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിക്ക് വേണം, ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് കരിഞ്ജീരകം ചേർക്കുകയാണ്. കരിഞ്ജീരകം നിർബന്ധമാണ് ഈ ഒരു ചുക്കപ്പത്തിന്. ഞാനിവിടെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം അധികം ആവാതെ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് മുട്ട ഉടച്ചത് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ഇനി ഇതിലേക്ക് മുട്ട നമുക്ക് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 3 കപ്പ് അരിപ്പൊടിക്ക് 1 മുട്ട എന്ന രീതിയിലാണ് ശരിക്കും ചേർക്കാറ്. അപ്പോൾ ഞാനിതിൽ മുട്ടയുടെ ഏകദേശം ഒരു 1/3 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ, ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതിനെ ചുക്കപ്പത്തിൻ്റെ ഷേപ്പിലാക്കാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ചുക്കപ്പം വേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരേ ഷേപ്പിലും ഒരേ തിക്നെസ്സിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വലുപ്പത്തിനെക്കാട്ടും നല്ലത് ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില ബേക്കറിയിലൊക്കെ നമുക്ക് ചുവപ്പ് കളറ് ചുക്കപ്പം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെറിയ എരിവോട് കൂടിയിട്ട് ചുവന്ന കളറിലുള്ള കിട്ടും. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, ഇത് ഫ്രൈ ചെയ്തും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ പരത്തിയെടുക്കാമെന്ന് കരുതിയിട്ട് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം നമ്മളിത് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് കളർ മാറ്റിയിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്ത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഞാനിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ എത്ര നാൾ, ഒരു 2 ആഴ്ചയൊക്കെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ മലബാർ സ്റ്റൈലിലുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.